കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടി കർഷകർ. ചാലിയാർ കാനക്കുത്ത് കർഷകനായ മാസില മോഹനന്റെ 400 കപ്പ പുരടും 1/2 ഏക്കർ സ്ഥലത്തെ വളർത്തുപുല്ലും 35,000 രൂപയോളം മുതൽ മുടക്കി നിർമ്മിച്ച വൈദ്യുതി വേലി തകർത്താണ് കഴിഞ്ഞ ദിവസം ആന കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. മുണ്ടാട്ട് വിനോദിന്റെ വിളവിന് പാട്ടത്തിനെടുത്ത കായ്ഫലമുള്ള 4 തെങ്ങ്, 1 പ്ലാവ് എന്നിവ നശിപ്പിച്ചു. എന്നാൽ 2 കിലോമീറ്റർ അകലെ പൂളപ്പൊട്ടി മനാഫിന്റെ 300 മൂട് കപ്പയും പിഴുതെറിഞ്ഞു. 1 മാസം മുൻപ് നാലകത്ത് ഹൈദർ അലിയുടെ വീടിന്റെ ഗേറ്റും മതിലും വാഴകളും കമുകുകളും അടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. 4ാമത്തെ തവണയാണ് തന്റെ കൃഷിഭൂമിയിൽ ഇറങ്ങി വിളവ് നശിപ്പിക്കുന്നത്. കുട്ടികളൊക്കെ സമയത്ത് ഈ രാത്രി ഈ ആന വന്നിട്ട് ഈ കോലം നാസാക്കി കഴിഞ്ഞാല് ആ കരയിൽ കയറി നമ്മളെ കമ്പിയിലുണ്ട്. പിന്നെ അങ്ങോട്ട് ആന അങ്ങോട്ട് പോയിട്ടില്ല, അങ്ങോട്ട് അതെങ്ങും തൊട്ടിട്ടില്ല. അപ്പോൾ കമ്പിയിലൊക്കെ കാരണം അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ പൊട്ടിച്ചുകൾ കയറി വന്നത്. അത് സംഭവം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനമായിട്ട്. പിന്നെ വെച്ചാൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഓരോ പരാതി കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ പരാതി കൊടുക്കാൻ നമ്മളടുത്ത് തന്നെ ഇതിൻ്റെ ആൾ ജർമ്മനിയിലല്ലത്, ഇതിൻ്റെ റെക്കോർഡും കാര്യങ്ങളും ലോക്കൽ വെച്ച് പൂട്ടി പോയേക്കാണ്. അപ്പോൾ ഓല് പറഞ്ഞത് നിങ്ങൾ കൃഷി ഉണ്ടാക്കുകയാണെങ്കിൽ പൈസക്ക് തരാം, നിങ്ങൾ കൃഷി ചെയ്തോളി, വിജയിച്ചിട്ട് എങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് പൈസ തന്നാൽ മതി പറഞ്ഞിട്ട്. പക്ഷേ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേക്ക് നമുക്ക് കൃഷീൻ്റെ നീതി ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി വെച്ചിട്ട് അക്ഷയയിൽ പോയിട്ട് അപേക്ഷ വിടണം. നമുക്ക് ഇത്ര മോട്ട് പൂള നാസാക്കി, ഇത്ര മോട്ട് വായ നാസാക്കി എന്ന് പറഞ്ഞെങ്കിൽ ഓരോരുത്തുനിന്ന് 10 രൂപ നമുക്ക് കിട്ടുള്ളൂ. ഈ 3 റൗണ്ട്, ഇത് 4 റൗണ്ടാണ് ഈ ആന നാസാക്കുന്നത്, നമ്മൾ പറമ്പ് നാസാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ആലൊടിയിൽ കുറുങ്കുളം ഫുള്ള് നമുക്ക് കൃഷികളിലാണ്. നമ്മളെ കൗണ്ടറിൽ നമ്മളെ ഇതിൽ നമ്മൾ അക്ഷയയിൽ അടിച്ചു നോക്കി നമുക്ക് ഒരുപാട് 10 പഞ്ചായത്ത് നമുക്ക് കൃഷിയില്ല മനുഷ്യൻ. നമ്മൾ ഈ 10 പഞ്ചായത്ത് കൃഷിയില്ലാത്ത എല്ലായിടത്തും റിക്കാർഡുള്ള ഭൂമി ഇതൊന്നേ ഉള്ളൂ. ഈ ഭൂമിയിൽ റിക്കാർഡില്ലാത്തതുകൊണ്ട് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. 15 ദിവസം മുൻപ് തന്റെ മറ്റൊരു കൃഷിയിടത്തിലെ 1 ഏക്കർ 80 സെന്റ് സ്ഥലത്ത് 850 മൂട് കപ്പ കാട്ടാനകൾ കൂട്ടത്തോടെ നശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ ഇവിടങ്ങളിൽ കാട്ടാനകൾ തമ്പടിക്കുക പതിവാണെന്ന് കർഷകർ പറയുന്നു. പെരുമ്പത്തൂർ ആലോടിയിലെ 1 ഏക്കർ 80 സെന്റ് പാട്ടഭൂമിയിൽ മാസങ്ങൾക്ക് മുൻപാണ് കൃഷി ഇറക്കിയത്. എന്നാൽ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് മോശമില്ലാത്ത വില ലഭിക്കും എന്ന പ്രതീക്ഷയായിരുന്നു കർഷകന്. തമിഴ്നാട് ഗൂഡല്ലൂർ ചേരമ്പാടി സ്വദേശിയാണ് മാസില മോഹനൻ. ഇവിടെ കുടുംബത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. തനിക്കറിയാവുന്ന ഏക ജോലി കൃഷിയാണ്. തരിശു ഭൂമി കണ്ടെത്തി അതിൽ പൊന്നു വിളയിപ്പിക്കുന്ന രീതിയാണ് ഇയാളുടെ സവിശേഷത. 3 സ്ഥലങ്ങളിലായി 6 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. 1800 വാഴയും കൃഷി ചെയ്തു വരുന്നു. എന്നാൽ 1 മാസത്തിന് മുൻപ് കാട്ടാന ഇറങ്ങി 100-ലധികം വാഴകൾ കേടുവരുത്തി. ബാക്കിയുള്ളതുണ്ടല്ലോ എന്ന് ആശ്വസിച്ച കർഷകൻ നിരാശനായി. അപ്രതീക്ഷിതമായി വേനൽ മഴയിലും കാറ്റിലും ബാക്കി എല്ലാ വാഴകളും കാറ്റിൽ ഒടിഞ്ഞു വീണു. പയർ, വെണ്ട, ഇഞ്ചി, മഞ്ഞൾ കൃഷി തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരുന്നത്. തനിക്കറിയാവുന്ന ജോലി കൃഷിയായതുകൊണ്ട് രാവിലെ തുമ്പയെടുത്ത് കൃഷിഭൂമിയിൽ ഇറങ്ങുക പതിവാണ്. മുൻപൊന്നും ഇല്ലാതിരുന്ന കാട്ടാനക്കൂട്ടങ്ങളെ പിടിച്ചുകെട്ടുവാൻ എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് കർഷകൻ പറയുന്നത്. കൃഷി ചെയ്താൽ കൃഷിഭവനിൽ ഇൻഷൂർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് സർക്കാരിൽ നിന്നും സബ്സിഡി ലഭിക്കുക. ഇത് പഞ്ചായത്തിലെ കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അനുവദിക്കുക. ഇൻഷുറൻസ് തുക നെൽകൃഷിയാണെങ്കിൽ 1 സെന്റിന് 1 രൂപ കണക്കിലും, കപ്പയാണെങ്കിൽ 1 സെന്റിന് 3 രൂപയും, വാഴയ്ക്ക് 1 സെന്റിന് 3 രൂപയും വീതമാണ് ഇൻഷുറൻസ്. കുലയ്ക്കാറായ വാഴയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ 300 രൂപ വരെ ലഭിക്കും. പകുതി പ്രായമാകുമ്പോൾ കേടുവരുന്ന വാഴകൾക്ക് 180 രൂപ വരെ ലഭിക്കും എന്നാണ് കൃഷി ഓഫീസർ പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം കർഷകരും കൃഷിഭൂമി രജിസ്റ്റർ ചെയ്യാൻ പോകാറില്ല. അത്തരക്കാർ ആനുകൂല്യത്തിന് അർഹരല്ല എന്നാണ് അധികൃതരുടെ വാദം. ഏറ്റവും കൂടുതൽ ആദിവാസി ഉന്നതികൾ ഉള്ള ജില്ലയിലെ ഏക പഞ്ചായത്താണ് ചാലിയാർ പഞ്ചായത്ത്. ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്ന ചോല, നായ്ക്ക, മെതിയ, പണിയ തുടങ്ങിയ വിഭാഗങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട്. ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിച്ചേർക്കുവാൻ കൃഷി വിളവിറക്കുന്ന സമയത്ത് ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് വിളവിറക്കുന്ന സമയത്ത് ബാങ്കിൽ അടയ്ക്കാറാണ് പതിവ്. ഇവിടെ മാസില മോഹനൻ അടക്കമുള്ള കർഷകരുടെ മുഴുവൻ കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു കഴിഞ്ഞാൽ ചെറിയ സബ്സിഡിയിൽ ഒതുങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ആദ്യകാലങ്ങളിൽ കൃഷിയിടങ്ങളിൽ ആന ഇറങ്ങിയാൽ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വാർഡ് മെമ്പർ സ്ഥലം സന്ദർശിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫോൺ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത അവസ്ഥയാണെന്നും കർഷകൻ പറയുന്നു. 10000, 3000 തുടങ്ങിയ പഞ്ചായത്തിലെ വനമേഖലയിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആനകൾ ഇറങ്ങി അവയെ തുരത്തുന്നതിനുള്ള യോഗം നിലമ്പൂർ DFOയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഉടനെ ആനകളെ തുരത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് കർഷകർക്ക് ഉറപ്പും നൽകിയിരുന്നു എന്ന് മോഹനൻ പറയുന്നു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.